സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം എന്നിവകൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും എപ്പോഴും ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് തീക്ഷ്ണതയോടെ ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഇന്ന് മാർത്തോമാ ശ്ലീഹ തൻ്റെ ഗുരുവും കർത്താവുമായ യേശു ക്രിസ്തുവിനെ എൻ്റെ കർത്താവേ, എൻ്റെ ഗുരുവേ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ ദിവസത്തിന്റെ അനുസ്മരണത്തിലൂടെ കടന്നു പോകുന്ന ഈ ദിവസം, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തു ഗുരുവും കർത്താവുമായിട്ട് കടന്നു വരുവാനായിട്ട്, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവമായിട്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിശുദ്ധ തോമാസ് ലീഗ തന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞത്. ആ യേശു ക്രിസ്തു ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ഇവിടെ ഇരുന്ന് ലൈവായിട്ട് പങ്കെടുക്കുന്നവരും ലോകം മുഴുവൻ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ നവമാധ്യമങ്ങളിലൂടെ പങ്കുചേരുന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ യേശു ക്രിസ്തു ഇന്ന് ഗുരുവും ദൈവവുമായിട്ട്, കർത്താവായിട്ട്, ദൈവമായിട്ട് മാറുവാൻ, നിന്നെ അലട്ടുന്ന നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ദൈവം എടുത്തു മാറ്റുവാനായിട്ട്, ദൈവത്തിന്റെ മകനായിട്ട് മകളായിട്ട് മാറുവാനായിട്ട്, ഇന്നത്തെ ശുശ്രൂഷകൾ മാറുവാനായിട്ട് നമുക്ക് തീക്ഷ്ണതയോടെ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച് തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത അത്യുന്നത ത്രിത്വത്തിന്റെ സജീവ സാന്നിധ്യം എന്റെ ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ട്, ഈ കൂട്ടായ്മയിൽ അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ നമുക്ക് പാടി ആരാധിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരദാനത്തിൻ അഭിഷേകം എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടി ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വെക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഓ പ്രിയപ്പെട്ടവരെ, തോമസിന്റെ കൂടെ ജീവിച്ച ഗുരുവായിരുന്ന യേശു ക്രിസ്തു, ദൈവമായിരുന്ന യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം അവൻ ഏറ്റു പറഞ്ഞതുപോലെ യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു
ഏലിയായി കത്തി ജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, ഏലീശായി ഇരട്ടിയേകിയ പരിശുദ്ധാത്മാവേ, ഏലിയായി കത്തി ജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, ഏലീശായി കത്തി ജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, ദാനിയേലിന് ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ, ദാനിയേലിന് ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ നിറഞ്ഞു കവിയും പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. സൗലിനെ പൗലോസാക്കിയ പരിശുദ്ധാത്മാവേ, സ്ലീഹന്മാരെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, സാവൂളിനെ പൗലോസാക്കിയ പരിശുദ്ധാത്മാവേ, സ്ലീഹന്മാരെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. യോഹന്നാൻ 20, 30, 31 തിരുവചനങ്ങള്. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. ഈ ജീവൻ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് യേശു എന്റെ രക്ഷകനാണ്, ദൈവപുത്രനാണെന്നുള്ള ബോധ്യത്തോടെ പാടി പ്രാർത്ഥിക്കട്ടെ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ, ജീവനേകും ആത്മാവേ ഒരു ജീവിതമേകും ആത്മാവ് തീയായി അഗ്നി അയക്കണമേ, ജീവനേകും ആത്മാവ് ഒരു ജീവിതമേകും ആത്മാവേ തീയായി അഗ്നി അയക്കണമേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. 1 യോഹന്നാൻ 5:1 യേശുവാണ് ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന്റെ പുത്രനാണ്. യേശുവാണ് ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന്റെ പുത്രനാണ്. പിതാവിനെ സ്നേഹിക്കുന്നവൻ അവന്റെ പുത്രനെയും സ്നേഹിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ ഹൃദയം കൊണ്ട് ആരാധിച്ചുകൊണ്ട് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും സകല കഴിവുകളും ഉപയോഗിച്ച് അത്യുന്നതനായ പരിശുദ്ധ ത്രിത്വത്തെ പാടി ആരാധിക്കട്ടെ. സ്ത്രീകന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ, അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, സ്ത്രീകന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ, അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, സ്ത്രീകന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ, അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, വചനത്തിന്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ, വചനത്തിന്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ,
അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ, കരങ്ങൾ ഉയർത്തിയടിച്ച്, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ശക്തിയോടെ ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. യേശുവേ ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ മാറ്റണമേ. ഹല്ലേലൂയ. എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ എല്ലാവരും വന്ന് നിറയണമേ. ഞങ്ങളുടെ മനസ്സുകളെ നിറച്ച്, ഞങ്ങളുടെ ശരീരങ്ങളെ നിറച്ച്, ഞങ്ങളെ ആകമാനം അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ഉണർത്തണമേ. ഒരു മനസ്സോടെ വിളിച്ച്, എന്റെ പിതാവേ, എന്റെ കർത്താവേ, എന്റെ രക്ഷിതാവേ, യേശുവേ. ഹല്ലേലൂയ. സ്തുതിക്കാം, സ്തുതിക്കാം, കരമുയർത്തി സ്തുതിക്കാം, ഏക മനസ്സോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. കത്തിപ്പടരട്ടെ. എന്നെ നീ പരിശുദ്ധാത്മാവേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ, ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ഒരുമിച്ച് കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. വരദാനത്തിന്റെ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിന്റെ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരക്കരം പിടിച്ച്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം കരമുയർത്തിയടിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,
നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹത്താലും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയാലും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയാലും ഞങ്ങളെ തന്നെ ഇതാ സമർപ്പിക്കുന്നു നാഥ. ശക്തിയെ പകരണമേ. ത്രിയേക ദൈവമേ അങ്ങയെ സ്തുതിക്കുന്നു. നിത്യനായ പുത്ര, നിത്യനായ പിതാവേ, നിത്യനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. പിതാവാം ദൈവത്തിനു ആരാധന, പുത്രനാം യേശുവിനു ആരാധന, ആത്മാവാം ദൈവത്തിനു ആരാധന, ത്രിയേക ദൈവത്തിനു ആരാധന. പിതാവാം ദൈവത്തിനു ആരാധന, സർവശക്തനായ പുത്രന് യേശുവിനു ആരാധന, ആത്മാവാം ദൈവത്തിനു ആരാധന, ത്രിയേക ദൈവത്തിനു ആരാധന. ആരാധന, 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 യേശുവേ, ആരാധന, 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 അങ്ങേക്ക് ആരാധന, 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 യേശുവേ അങ്ങേക്ക് ആരാധന, 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 യേശുവേ അങ്ങേക്ക് ആരാധന, 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 പിതാവാം ദൈവത്തിനു ആരാധന, 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 പുത്രനാം യേശുവിന് ആരാധന, 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 ആത്മാവാം ദൈവത്തിനു ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ. സ്വർഗീയ മാലാഖമാരോട് ചേർന്ന് രക്തസാക്ഷികളുടെ ധീരതയാർന്ന വിശ്വാസത്തോട് ചേർന്ന് സഭയാം ശരീരത്തിന്റെ സർവ്വ ഐശ്വര്യത്തോട് ചേർന്ന് 2000 വർഷം ദൈവത്തെ പ്രീതിപ്പെടുത്തിയ എല്ലാ വിശുദ്ധരുടെയും നന്മകളോടും സഹനത്തോടും ഐശ്വര്യത്തോടും എല്ലാ അനുഗ്രഹങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനുള്ള സമയമാണിത്. ഈ സ്തുതിപ്പിന്റെ സമയത്ത് 3 കാര്യം അധരത്തിൽ കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുക. 1, പിതാവിന്റെ സ്നേഹം. 2, പുത്രന്റെ കൃപ. 3, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. ഹല്ലേലൂയ. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. പറഞ്ഞ അതിനെ തുറന്നു പറഞ്ഞു. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. അതിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. ആവർത്തിച്ച് പ്രാർത്ഥിച്ച് അതിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. സ്തുതികൾക്ക് യോഗ്യനെ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധനായവനെ അങ്ങേ സ്തുതിക്കുന്നു. നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുത്ര, സർവസ്തുതികൾക്ക് യോഗ്യനായവനെ ഞങ്ങളങ്ങേ വണങ്ങുന്നു, ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങേ പോലെ ആരുമില്ല നാഥ. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടങ്ങളിൽ ഞങ്ങൾ രക്ഷിച്ചു. ഏതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേത്. സ്വർഗീയ മാലാഖയാണ് ഭൂമിയിൽ വന്ന് വിളിച്ചു പറഞ്ഞത്. മാലാഖയുടെ വന്ദന സ്വരത്താൽ ഭൂമിയിൽ അനുഗ്രഹീതയെന്ന് പ്രഘോഷിക്കപ്പെട്ട പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് അതേ വന്ദന സ്വരം നമുക്ക് ഒച്ച സ്വരത്തിൽ വിളിച്ചു പറയാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൾ, അവിടുത്തെ ഉദരത്തിന്റെ ഫലമായി ഈശോ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകളുടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. ആമേൻ. ശിവശേഖ സ്തുതിയായിരിക്കട്ടെ, സ്തുതിയായിരിക്കട്ടെ, സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാൻ പ്രിയമുള്ളവരെ, Hallelujah. കല്ലറയിൽ സുഗന്ധവ്യഞ്ജനങ്ങളെ വെക്കുവാനായിട്ട് പോയ സ്ത്രീകൾ കണ്ടത്, കല്ലറയിൽ പോയപ്പോൾ അവരുടെ പ്രാർത്ഥനയും അവരുടെ ചിന്തയും ഇതായിരുന്നു: ഈ കല്ലറവാതിക്കലുള്ള വലിയ കല്ല് ആര് ഉരുട്ടി മാറ്റും? When the ladies went to the tomb to see Jesus, their main fear was, how can we remove that stone from the tomb? ഈ വലിയ കല്ല് എങ്ങനെ എടുത്തു മാറ്റും? How can we remove that stone? എന്നാൽ അവർ ചെന്നപ്പോൾ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടതും ഒരു ദൂതൻ കല്ലിന്റെ മേളിൽ ഇരിക്കുന്നതും But കാണുകയാണ്. as they went there, they saw that stone has been removed and an angel sitting on that. മഗ്ദലക്കാരത്തി മറിയയുടെ മുമ്പിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന രംഗമാണ് ഇന്നത്തെ വായനയുടെ തൊട്ടുമേൽ നമ്മൾ കാണുന്നത്. You see that Mary Magdalene, Jesus appearing to Mary Magdalene. സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? Why are you crying? അവൻ ഉയർത്തെഴുന്നേറ്റു. He has risen. തോട്ടക്കാരനെന്ന് അവൾ നിരൂപിച്ചു, പക്ഷെ അവൾ തിരിച്ചറിയുകയാണ് അവളുടെ കർത്താവാണത്. Then she realized that he is the Lord. ഹല്ലേലൂയ. Hallelujah. ഈ ക്രിസ്തു വെളിപാടിന്റെ അനുഭവവുമായി അവൾ വേഗത്തിൽ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഓടുകയാണ്. Once she got the revelation, she ran to the disciples. അവൾ റബ്ബൂനി എന്ന് വിളിക്കുകയാണ്. She's calling him Rabbuni. എബ്രായ ഭാഷയിൽ റബ്ബൂനി എന്ന് വിളിച്ചാൽ എന്റെ ഗുരുവേ എന്നാണ് അർത്ഥം. In Hebrew language, when you call Rabbuni, it is teacher. എന്റെ ഗുരുവേ, എന്റെ ഗുരുവേ, എന്റെ നാഥനെ എന്നുള്ള വിളിയാണ് അവൾ വിളിക്കുന്നത്. My Lord. മഗ്ദല മറിയം ചെന്ന കർത്താവിനെ കണ്ട കാര്യം ശിഷ്യന്മാരോട് അറിയിക്കുകയാണ്. She went and announced to the disciples that I've seen the Lord. ശിഷ്യന്മാർ വളരെ ഭയകുലരായിരിക്കുന്ന സമയമാണിത്. Disciples were all in great fear. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ 20-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആഴ്ചയുടെ ദിവസത്തിന്റെ ആദ്യ ദിവസത്തിലെ അന്ന് വൈകുന്നേരം ശിഷ്യന്മാരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്ന് അവർ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. John chapter 20 verse കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. John chapter 20 verse 19 or close. ജീസസിന്റെ ഈ ഒരു ഭാവം ഇതുവരെ ആരും കണ്ടിട്ടില്ല. No one has seen that aspect of Jesus. സഖാവുസിന്റെ വീട്ടിൽ പ്രവേശിക്കണമെങ്കിൽ വാതിൽ തുറന്നു കൊടുക്കണമായിരുന്നു യേശുവിന്. If Jesus had to enter in the Zacchaeus house, the door has to be opened. പക്ഷെ ഇപ്പോഴിത് അടച്ചിട്ടിരിക്കുന്ന മുറിക്കകത്ത് യേശു പ്രവേശിക്കുകയാണ്. But right now he is entering into the closed room. ഭയപ്പെട്ടിരിക്കുന്നവരുടെ നടുക്കേക്ക് യേശു പ്രത്യക്ഷപ്പെടുകയാണ്. The midst of the disciples who were in great fear. അവർക്ക് ഇല്ലാത്തത് യേശു അവർക്ക് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സമാധാനം. And then he said, peace be to you. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്, നിങ്ങൾക്ക് സമാധാനം. He said, peace be to you. ഞാൻ എപ്പോഴും ഈ ഭാഗം വായിക്കുമ്പോൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് യേശുക്രിസ്തു അവരോട് ഈ വാക്ക് ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം. I often used to wonder why Jesus is repeatedly saying to them, peace be to you. 20-ാമത്തെ വാക്യമാണ്, നിങ്ങൾക്ക് സമാധാനം. യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. He said unto them again, peace to you. എന്ന് പറഞ്ഞിട്ട് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവന്റെ കൈയും പാർശ്വവും അവരെ കാണിച്ചു. And he said this and he showed them his hands and his side. ഈ രണ്ട് പദങ്ങളും ചേർത്ത് വെക്കുക. ഒന്ന്, നിങ്ങൾക്ക് സമാധാനം. So peace be to you. രണ്ടാമത്, യേശു തന്റെ കൈയും പാർശ്വങ്ങളും അവരെ കാണിച്ചു. Second, he showed his hands and his side. ആദ്യത്തെ നിങ്ങൾക്ക് സമാധാനം. First is peace to you. രണ്ടാമത് യേശുയുടെ കൈയും പാർശ്വവും Second അവരെ is കാണിച്ചു. showed his hands and his side. നിങ്ങൾ മിണ്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കാം. ഈശോ വിളിച്ചു പറയും, നിങ്ങൾക്ക് സമാധാനം. Jesus is shouting peace to you. രണ്ടാമത് തന്റെ കൈയും പാർശ്വവും അവരെ കാണിച്ചു. Showed his hands and his side. നിങ്ങൾ കരമുയർത്തി മിണ്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കാം. യേശു ആദ്യം പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. Jesus first said peace to you. രണ്ടാമത് ഈശോ തന്റെ കൈയും പാർശ്വവും അവരെ Then he കാണിച്ചു. showed his hands and his side. ഹല്ലേലൂയ. Hallelujah. ഇനി ഞാനത് പറയാം. യേശു ആദ്യം പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. Jesus said peace to you. പിന്നെ അവന് തന്റെ കൈയും പാർശ്വവും അവരെ Then he കാണിച്ചു. showed his hands and his side. അർത്ഥം അറിയാവുന്നവർ പറ.
Hallelujah. അർത്ഥം അറിയാവുന്നവര് പറ. If you know the meanings. നിങ്ങളുടെ സമാധാനത്തിന്റെ അടിസ്ഥാനം ഈ കയ്യും ഈ Hallelujah. പാർശ്വവുമാണ്. The cause of your peace is my hands and my side. വേറൊന്നുമില്ല. നിങ്ങളുടെ സമാധാനത്തിന്റെ അടിസ്ഥാനം ആണിയടിയേറ്റ ഈ കയ്യും എന്റെ മുറിവേറ്റ കുത്തിത്തുളയ്ക്കപ്പെട്ട ഈ Hallelujah. പാർശ്വവുമാണ്. The cause of your peace is the hands that has been pierced by the nails and the side that has been pierced by the spear. ഇതിവിടെ ഉള്ള എത്രയും കാലം നിങ്ങൾക്ക് അസമാധാനം ഉണ്ടാകത്തില്ല. As long as this is here, you will not go into. ഓ, കേട്ടില്ല ഒന്നുകൂടെ പറയാം. ഇതിവിടെ ഉള്ള എത്രയും കാലം നിങ്ങൾക്ക് അസമാധാനം As ഉണ്ടാകുകയില്ല. long as this is here in your midst, your hearts will not be saddened. ഹല്ലേലൂയ. Hallelujah. എന്റെ സമാധാനത്തിന്റെ അടിസ്ഥാനം ആണിയടിയേറ്റ കൈയും തുളയ്ക്കപ്പെട്ട വിലാപ്പുറവുമാണെന്ന് വിശ്വസിക്കുന്നവരെ കരമുയർത്തി പിടിച്ച് യേശുവേ എന്ന് The വിളിച്ച്. foundation of your peace is There the is hands no- and the side. വേറൊന്നുമില്ല There അടിസ്ഥാനം. is no other foundation. ഹല്ലേലൂയ. Hallelujah. നമ്മളീ പലരും ചിന്തിക്കുന്നത് എന്നേലും കേൾക്കുമ്പം വരുന്ന അല്ലെങ്കിൽ എന്നേലും കാണുമ്പം വരുന്ന എന്തെങ്കിലുമൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ വരുന്ന ഒരു അനുഭൂതിയാണ് സമാധാനം എന്ന്. We all think that something which when you hear or see or touch, that's a feeling is the peace. പെൺകുട്ടി വളർന്നു വരികയായിരുന്നു. പെൺകൊച്ചു വളർന്നു വന്നു. ഇതാ പെൺകൊച്ചിനെ പഠിപ്പിച്ചു, നല്ല നിലയിലൊക്കെ ആയി, നല്ല ഒരു വിവാഹം അവൾക്ക് വേണ്ടി ആലോചിച്ചു. ഇപ്പൊ ഇതാ കൊച്ചിന്റെ വിവാഹം നടന്നു, റിസപ്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. മോനും മോളും കൂടെ വീട്ടിൽ നിന്ന് കാർ സ്റ്റാർട്ട് ചെയ്ത് അവരുടെ വീട്ടിലേക്ക് പോകുമ്പം അപ്പനും അമ്മയും കൂടെ ആങ്ങളെ എല്ലാവരുടെ വീട്, ഓ സമാധാനമായി, എല്ലാം നന്നായി പോയി. When the child is going, നമ്മൾ വിചാരിക്കും ഇതൊക്കെയാണ് സമാധാനം എന്ന്. when things happen good in your life, we think this is the peace. കച്ചവടമൊക്കെ നന്നായിട്ട് പോകുന്നു, കാശൊക്കെ your business is running 10 കാശൊക്കെ കീശ വരുന്നു, ഓ Getting some money, 10 ലക്ഷം രൂപ അക്കൗണ്ടിലുണ്ട്, സമാധാനമായി. 10 lakhs is in my account, I have peace. ആ ജോലി കിട്ടി, I സമാധാനമായി. got the job, so I have peace. അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. We think like that. അവര് വന്നു ചേർന്നു, Oh, സമാധാനമായി. they have come back, so I have അവർ peace. യാത്ര പോയതാ, ഓ വണ്ടി മറിഞ്ഞു, പക്ഷെ ഒന്നും പറ്റിയില്ല, സമാധാനമായി. They went on a journey, there was an accident, but nothing happened. That is എന്റെ peace. പൊന്ന് സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ എന്റെയും സമാധാനം ഇരിക്കുന്നത് ഇങ്ങനെ കേൾക്കുകയും കാണുകയും തൊടുകയും ഒന്നും ചെയ്യുന്നതിലല്ല. Hallelujah. ആണിയടിക്കപ്പെട്ട ആ കയ്യിലും തുളയ്ക്കപ്പെട്ട ആ വിലാപ്പുറത്തുമാണ് നിങ്ങളുടെയും എന്റെയും സമാധാനം. All your peace lies in his hands and the side which has been pierced, not on what you hear or touch or feel. ഒന്നുകൂടെ പറ ഡോക്ടറെ. All your peace lies in the hands that is pierced by the nails and the side that is pierced by the spear. അവിടെയാണ് നമ്മുടെ സമാധാനം. It is there your peace lies. ഇവിടെ നമ്മുടെ സമാധാനം കണ്ടെത്തിയാണ്ടല്ലോ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടത്തില്ല. Where if you find your peace in those places in your life, never you get into. അതാ ഒന്നുകൂടി ഞാൻ ഇവിടെ ഈ ആണിയടിക്കപ്പെട്ട കയ്യിലും തുളയ്ക്കപ്പെട്ട വിലാപ്പുറത്ത് എന്റെ സമാധാനം ഞാൻ കണ്ടെത്തിയോ, ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് നിനക്ക് അസമാധാനം ഉണ്ടാക്കാൻ പറ്റില്ല. Hallelujah. If I find my peace in the hands that is pierced, യേശുവിന്റെ നാമത്തിൽ the side in your life, never you will get into. എഫെസോസ് 2:14 ഇന്ന് വായിക്കാതെ പോകല്ലേ. Ephesians 2:14. എഫെസോസ് 2:14 ഇന്ന് വായിക്കാതെ പോകല്ലേ. Ephesians 2:14 you have to read. എന്നതാ എഫെസോസ് 2:14? What it says. എന്നതാണ് എഫെസോസ് 2:14? ആരെ വായിക്കുന്നത്? Jesus is my peace. എഫെസോസ് 2:14 എന്നതാ വായനക്കാരനെന്ന് വായിക്കാം. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. കേട്ടില്ല. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. He is my peace. എന്നാ വെച്ചേ? കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ആരാ അവൻ? അവൻ ആരാ അവൻ? യേശു. യേശു നമ്മുടെ സമാധാനം. Jesus is your peace. ഒന്ന് പറഞ്ഞേ, എഫെസോസ് 2:14 യേശു എന്റെ സമാധാനമാ. പറ. Jesus is my peace. Ephesians 2:14. അത് വന്നാലും വന്നില്ലേലും എനിക്ക് സമാധാനമാ. ഇത് കിട്ടിയാലും കിട്ടിയില്ലേലും എനിക്ക് സമാധാനമാ. അവരങ്ങനെ പറഞ്ഞാലും പറഞ്ഞില്ലേലും എനിക്ക് സമാധാനമാ. അവര് പറയുമ്പോഴും ഇവര് പറയാതിരിക്കുമ്പോഴും വരികയും പോവുകയും ചെയ്യുന്ന ഒരു കാര്യമല്ല സമാധാനം. എന്റെ സമാധാനം ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. Hallelujah. ആ വ്യക്തിയുടെ ആണിയടിക്കപ്പെട്ട കൈകളും തുളയ്ക്കപ്പെട്ട വിലാപ്പുറവുമാണ് എന്റെ സമാധാനത്തിന്റെ അടിസ്ഥാനം. My foundation rests, my peace rests in the foundation of one person. Yes. That's Jesus. And it lies on the hands of the pierced and also on the side that's pierced by the He is spear. my peace. അവൻ എന്റെ സമാധാനം. അവിടുന്നാണ് എന്റെ സമാധാനം. അവിടുന്ന് he is my peace. എന്റെ ബ്രദറെ, ഒരു സമാധാനവും ഇല്ല. മേലെ പറഞ്ഞേക്കരുത്. Don't tell that you don't have peace. Never say that. ഉള്ള സമാധാനം എല്ലാം പോയി. ഇത് വരുകയും പോവുകയും ചെയ്യുന്ന അല്ലെന്നേ.
Peace doesn't come from outside. ഇതൊരു വ്യക്തിയിലാണ്. The peace lies in ആ one വ്യക്തിയുടെ person. പേര് കർത്താവ് എന്നാണ്. His name is Jesus. ആ വ്യക്തിയുടെ ആണിയടിക്കപ്പെട്ട കൈയും തുളയ്ക്കപ്പെട്ട വിലാപ്പുറവുമാണ് നിങ്ങളുടെ സമാധാനത്തിന്റെ അടിസ്ഥാനം. Oh, his എന്റെ hands and spears and the side was pierced by the spear is the foundation of your peace. എപ്പോ സമാധാനക്കേട് വരുന്നു അപ്പോ ആ കൈയിലോട്ട് നോക്കണം. When you go into restlessness, Yes, look at your hands. എപ്പോ അസമാധാനം വരുന്നു അപ്പം തുളയ്ക്കപ്പെട്ട വിലാപ്പുറത്തോട്ട് നോക്കണം. When something happens, when fear or sadness അവിടുന്ന് comes, എന്റെ സമാധാനം വരുന്നത്. look at the hands. അതുകൊണ്ട് പൗലോസ്ലീഹ എടുത്തു പറയുന്ന എഫെസോസ് 2:14 അവൻ നമ്മുടെ സമാധാനം. കരമുയർത്തി എന്ന് പറഞ്ഞു, യേശുവാണ് എന്റെ സമാധാനം. Jesus is my peace. ഹല്ലേലൂയ. Hallelujah. ലോൺ കിട്ടിയാലും കിട്ടിയില്ലേലും എനിക്ക് സമാധാനമാ. കടം മാറിയാലും മാറിയില്ലേലും എനിക്ക് സമാധാനമാ. മകളുടെ കാര്യം നടന്നാലും നടന്നില്ലേലും എനിക്ക് സമാധാനമാ. കച്ചവടം നടന്നാലും ഇല്ലേലും എനിക്ക് സമാധാനമാ. ഇന്ന് തിരിച്ചു പോകാൻ പറ്റിയാലും പറ്റിയില്ലേലും എനിക്ക് സമാധാനമാ. ഈ ജോലി നിന്നാലും പോയാലും എനിക്ക് സമാധാനമാ. കാരണം എന്റെ സമാധാനം താൽക്കാലികമായി ഇവിടെ ഒന്നിലുമല്ല, ആണിയടിക്കപ്പെട്ട കയ്യിലും തുളയ്ക്കപ്പെട്ട വിലാപ്പുറത്തിലുമാണ് എന്റെ സമാധാനമുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു That's why പോകുന്നു. Jesus, my peace I give to you. Not that something that comes from the world. Listen very carefully. നല്ലതായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറ, ഞാൻ എന്നെ നിങ്ങൾ മിണ്ടുന്നില്ല പോ. My peace I give to you. എനിക്ക് ഏതാണ്ട് ഇത് പറഞ്ഞിട്ട് ഏതാണ്ട് ഗുണമുള്ള പോലെയാ നിങ്ങൾ എന്നെ കേട്ടോണ്ടിരിക്കും. വാതുറന്ന് പറ. ഞാൻ എന്റെ സമാധാനം. My peace. അതെന്നതാ ഞാൻ സമാധാനം നിങ്ങൾക്ക് തരുന്നേച്ചു പോകുന്നല്ല പറഞ്ഞേ. My peace. ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോവാന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. യേശു എടുത്തു പറയുക, ഇത് നിങ്ങളുടെ സമാധാനം അല്ല. Not your peace. നിങ്ങൾ കണ്ടതും കേട്ടതും പോലുള്ള സമാധാനം Not the one you അല്ല. heard or seen. ഇത് എന്റേതാ. Mine. ഇത് എന്റേതാ. Mine. ഇത് നിൽക്കുന്നതിന്റെ അടിസ്ഥാനം നിങ്ങളുടെ പ്രവൃത്തി അല്ല. It's not based on what you do. ഇത് നിങ്ങളെ അടിസ്ഥാനപ്പെടുത്തി It's not പോകുന്നതല്ല. based on what you do. ഇത് എന്റെ സമാധാനം. My peace. ഒന്ന് പറഞ്ഞു, എന്റെ It's സമാധാനം my peace. ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു I'm പോകുന്നു. giving you my ഇത് peace. ലോകം തരുന്ന പോലെ It's അല്ല. not the world that gives. ലോകത്തിന് ഇത് എടുക്കാൻ പറ്റുകയില്ല. The world cannot take it away. ഒന്ന് വായിച്ച് 14:27 യോഹന്നാൻ സുവിശേഷം 14:27 വായിരാച്ചയ. യോഹന്നാൻ സുവിശേഷം John chapter 14 verse 27. 14:27 ഞാൻ എന്റെ സമാധാനം വായിര. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. എടുത്തു പറയ. Again he says, my peace I give to you. ഞാൻ സമാധാനം തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞപ്പം അയലത്തെ അവറാച്ചൻ തന്നേച്ചു പോയ സമാധാനമാണെന്നാ ചിന്തിക്കുന്നത്. It's not the peace that someone else gives you. അയലത്തെ മാത്തുക്കുട്ടിയും പറഞ്ഞാൽ സമാധാനമായിട്ട് പോകും, നോയിക്കോളാം, അതാ ചിന്തിക്കുന്നത്. മാസ്കും വെച്ചിരിക്കുക. അവിടുത്തെ മേരി പറഞ്ഞു പൊക്കോ, സമാധാനത്തോടെ പൊക്കോ എന്ന് പറഞ്ഞു. അതുപോലെയാന്നുള്ള സമാധാനമാണെന്ന് പറഞ്ഞാ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് എടുത്തു പറയുന്നത്, My peace I give to you. ലോകം നൽകുന്നത് പോലെയല്ല. അല്ല, ആദ്യത്തെ വാക്ക് ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. അടുത്തത് എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. എടുത്തു പറയാ, എന്റേത്. My peace I give to you. എന്റേത്. Mine I give to you. ഒന്ന് പറഞ്ഞ എന്റേത്. എന്റേത്. Mine. എന്റേത്. Mine. എന്റേത്. Mine. ഇനി വേറെ എന്നെ മലയാളം വാക്കുകൊണ്ട് അത് പറയണ്ട. ഡോക്ടർ ഒന്നുകൂടെ വിശദീകരിക്കുക. My peace. My peace. എന്റെ സമാധാനം. It's not the peace that you can get it. No. ലോകം തരുന്ന സമാധാനമല്ല. It's not the peace you can find it. നിങ്ങൾക്ക് എവിടുന്നേലും കിട്ടുന്ന സമാധാനമല്ല. You can't find this one. നിങ്ങൾക്ക് വെളിയിൽ ഒന്നും You will never get this anywhere in the world. ഒരിടത്തുനിന്ന് നിങ്ങൾക്ക് ഇത് പ്രാപിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്ത് ഒരിടത്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല ഈ സാധനം. Nowhere in the world you can get ഇത് it. എന്റേതാണ്. Mine. My peace. എന്റെ സമാധാനം. കുരിശിൽ കിടന്നുറങ്ങാൻ സഹായിച്ചത്, Oh, the peace. അലറിപ്പാഞ്ഞടുക്കുന്ന കടലിലെ തിരമാലയിൽ കിടന്നുറങ്ങാൻ എനിക്ക് സഹായിച്ചത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തരുവാ. ഹല്ലേലൂയ. My peace I give unto you. The peace that enabled me to lie on the cross. അടിച്ചുയരുന്ന കാറ്റും അലറിപ്പാഞ്ഞെടുക്കുന്ന തിരമാലയും മുങ്ങുവാൻ തുടങ്ങുന്ന പടകും എല്ലാം കൺമുമ്പിൽ കാണുമ്പോഴും അമരത്ത് തലയണ വെച്ച് ഉറങ്ങാൻ എന്നിൽ വ്യാപരിച്ച എന്റേതായ ഒരു സമാധാനമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് തരുവാ. അത് ഞാൻ നിങ്ങൾക്ക് തരുവാ. അത് ഞാൻ നിങ്ങൾക്ക് തരുവാ. അത് ഞാൻ നിങ്ങൾക്ക് തരുവാ. The peace could stand in the midst of every storms in life.
ചുംബനം കൊണ്ട് പ്രിയ ശിഷ്യൻ തള്ളിപ്പറഞ്ഞ് ഉമ്മ കൊടുത്ത് മാറി നിന്നപ്പോ എനിക്ക് ഒരു സമാധാനം ഉണ്ടാകാത്ത എന്നിൽ അവശേഷിക്കുന്ന ഒന്നുണ്ട്, എന്റെ സമാധാനം. അത് ഞാൻ നിങ്ങൾക്ക് തരുവാ. അത് അയലത്തെ അവറാച്ചൻ തരുന്ന പോലെയല്ല, ഇപ്പുറത്തെ മേരിക്കുട്ടി തരുന്ന പോലെയല്ല, തൊട്ടപ്പുറത്തെ മാത്തുക്കുട്ടി തരുന്ന പോലെയല്ല. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അതുകൊണ്ട് യേശു എടുത്തു പറയുന്നത് ഇത് ലോകം തരുന്ന പോലെ അല്ല. പിന്നെങ്ങനെയാ അങ്ങനെയാ വായിച്ചത്? ലോകം നൽകുന്ന പോലെയല്ല, പിന്നെ ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഇനി മേലാൽ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകല്ലേ. Hallelujah. Never let your heart be sad. That's why I'm giving you this. Hallelujah. വേണം ഇത്. Hallelujah. Most of the people think that the peace comes from external. നല്ല ശതമാനം ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സമാധാനം പുറത്തുനിന്ന് വന്നിട്ട് അകത്തോട്ട് കയറുവാന്ന്. But the Prince of Peace lives in you. പക്ഷെ സമാധാനത്തിന്റെ പ്രഭു നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്. Peace has to rise up from the Christ in you. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിലുള്ള സമാധാനം പുറത്തുനിന്ന് അകത്തോട്ട് കയറുകയല്ല, അകത്തുനിന്ന് പുറത്തേക്ക് വ്യാപിക്കുക. That's the key for that. അതാണ് അതിന്റെ താക്കോൽ. അത് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഡോക്ടർ. Peace you don't get it from outside. നിങ്ങൾക്ക് പുറത്തുനിന്ന് സമാധാനം കിട്ടുകയില്ല. Peace is inside. പുറത്തുനിന്ന് കിട്ടുന്ന ടെമ്പററിയുമാണ്. The one you get from outside is temporary. നിങ്ങൾ ഈ സർജന്മാരും ഡോക്ടർമാരും ഒക്കെ സമാധാനമായിട്ട് പോകുമെന്ന് പറയും, വീട്ടിൽ ചെല്ലുമ്പോ പ്രശ്നമല്ല. Yes, exactly. അത് സാരമില്ല, സമാധാനമായിട്ട് പോകുമെന്ന് പറഞ്ഞു വിട്ടാലും അയ്യോ ഇവിടെ പിന്നെ വയ്യാഴികയാന്ന് തോന്നുന്നു, അയ്യോ എന്റെ ദൈവം എന്നതാണോ, സമാധാനമില്ല ഹൃദയം. പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ഇന്ന് എനിക്കറിയത്തില്ല ഇതെങ്ങനെ പറയണമെന്ന്. ഹല്ലേലൂയ. യോഹന്നാൻ 14:27 വായിക്കാതെ ഇന്ന് കിടന്നുറങ്ങരുത്. കഴിയുന്ന 100 പ്രാവശ്യം വായിക്കുക. എഫെസോസ് 2:14, യോഹന്നാൻ 14:27. ഒന്നുകൂടെ വായിച്ചോ. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എന്റെ സമാധാനം നിങ്ങൾക്ക് my peace. ലോകം നൽകുന്നത് പോലെയല്ല, അയലത്തെ അവറാച്ചം തരുന്ന പോലെ അല്ല. It's not that the world gives. പിന്നെയോ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. അങ്ങനെ എഴുതി വെച്ചു. എഫെസോസ് 2:24. നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഇനി മേലാ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. നിങ്ങൾ ഇനി എന്ത് ചെയ്യരുത്? പേടിക്കരുത്. ഹല്ലേലൂയ. ദൈവമേ, കോവിഡിന്റെ സെക്കൻഡ് വേവ് അടിക്കുമോ? എന്തോ ആകും. എന്റെ ദൈവമേ, കഴിഞ്ഞ ഒരു വർഷം എന്തൊക്കെയാണ് അനുഭവിച്ചത്. Last 1 year, what all things I have to go through. പേടിക്കല്ലേ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി പറ, പേടിക്കല്ലേ. Tell your neighbor, do not fear. ഹൃദയം കലങ്ങിപ്പോലെ. Let not your heart be troubled. ഹല്ലേലൂയ. എങ്ങോട്ട് നോക്കണം? ആണിയടിക്കപ്പെട്ട കയ്യിലോട്ടും തുളയ്ക്കപ്പെട്ട വിലാപ്പുറത്തേക്ക് നോക്കിക്കോണം. അവിടെയാണ് എന്റെ സമാധാനം. ഹല്ലേലൂയ. അവിടുന്ന് ഒഴുകി വരുന്നതാണ് എന്റെ സമാധാനം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരെ കാണിക്കുകയാണ് ആണിയടിക്കപ്പെട്ട ഏറ്റ കയ്യും. എപ്പോഴാ ദിദിമോസ് തോമസ് വിളിക്കുന്നത് എന്റെ കർത്താവും എന്റെ രക്ഷിതാവുമായുള്ളവേ എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയോ? ഈ ആണിയടിക്കപ്പെട്ട കയ്യും ആ വിലാപ്പുറത്ത് തന്റെ കയ്യും ഇട്ട ശേഷമാ പറയുന്നേ, എന്റെ കർത്താവും എന്റെ ദൈവവുമേ. അവിടെയാണ് അൾട്ടിമേറ്റ് റെവലേഷൻ. ഇനി ഇവരെന്ത് ചെയ്തിരിക്കുകയാണ്? ഇവര് മുറിക്കകത്ത് ഭയന്ന് വിറച്ചിരിക്കുകയാണ്. യേശുവിനെ ക്രൂശിച്ചു. ആ മാർഗത്തിലുള്ളവരെ തപ്പി നടക്കുക. And the Roman authorities are searching for those disciples. ഉറങ്ങിയിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല, ഉറങ്ങാതിരുന്നിട്ട് അങ്ങനെ ഇരിക്കാനും പറ്റുന്നില്ല. That's the reason why they were so much of fear. എന്തൊരു അസ്വസ്ഥരാന്നറിയാം അവർ ഈ സമയത്ത്. They were so saddened in their heart. അന്നേരം കർത്താവ് പറയുന്നേ, that time Jesus says, ഇത്രയും നാളും കൂടെ നിന്നിട്ട് നിങ്ങൾക്ക് കിട്ടാത്തത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വീണ്ടും തരിക. ഇത് പറഞ്ഞിട്ട് യേശു അവരുടെ മേൽ നിശ്വസിച്ചു, അവരുടെ മേൽ ഊതി, അവരുടെ മേൽ ഊതി. He breathed into them. Hallelujah.
അടുത്ത പദം ഇങ്ങനെയാ, നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും. Whosoever sins you forgive, it will be forgiven. കുംഭസാര പാപമോചനത്തിന്റെ ഉപദേശ സ്ഥാപനം ഈ വാക്യമാണ്. The sacrament of confession is right there in this verse. ശിഷ്യന്മാർക്ക് ദൈവം ഈ അധികാരം കൊടുക്കുകയാണ്. Jesus is giving the നിങ്ങൾ authority. ആരുടെ പാപം മോചിക്കുന്നുവോ അവ Whosoever sins you മോചിക്കപ്പെട്ടിരിക്കും. are forgiven. it will be forgiven. ഉദ്ധിതനായ നാഥൻ അവരുടെ മേൽ ഊതി അവരോട് പറഞ്ഞു, നിങ്ങൾ ആരുടെ, നിങ്ങൾ വായിച്ചു നോക്കിയോ യോഹന്നാൻ സുവിശേഷം 20:21 അല്ലേ? Yes. ഹല്ലേലൂയ. എത്ര തീക്ഷ്ണമായ ഒരു ഭാഗമാണിത്. എല്ലാവരുടെ ഹൃദയങ്ങളിലെ 22. വായിച്ചോ 20:22. Those who sins you shall forgive, they are forgiven them. And those sins you shall retain, they will be retained. കണ്ടോ, നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപം ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് അവരുടെ അടുക്കലേക്ക് വന്നിട്ട് പറയാം, നിങ്ങൾക്ക് സമാധാനം. Jesus said, peace be to you. 3 ഘട്ടമാണ് ഇതെന്ന്. ഒരു സിസ്റ്റമാറ്റിക് സെർമൺ പ്രസന്റ് ചെയ്യണമെന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ വന്നതാണ്. ഇത് മൊത്തം പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. നോക്കൂ, ഇത് 3 ഘട്ടമായിട്ടാണ് കർത്താവ് 3 പറയുന്നത്. stages Jesus said. ആദ്യമേ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് മുറിയിൽ പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. First he said, peace be to you when you are. എന്നിട്ട് കർത്താവ് പറയുന്ന ആ ഭാഗം നോക്കിയോ, തന്റെ കരങ്ങളും പാർശ്വവും അവരെ കാണിച്ചു. And then he showed his hands and his side. ഇപ്പൊ അവർ ഇന്ന് നിലനിൽക്കാനുള്ള അഭിഷേകം സ്വീകരിച്ചു കഴിഞ്ഞു. They have received the anointing to stay for that day. ഇവരുടെ ഫോർ ദാറ്റ് ഡേ, ദാറ്റ്സ് എംഫസൈസ്. ഇന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള ശക്തി അവർ സ്വീകരിച്ചു. Survive for that day, they have received the anointing. എന്താ, കൈയും കാണിച്ചു, Showed their hands and the side. പാർശ്വവും കാണിച്ചു. അടുത്ത് നോക്കിക്കോണേ, Then he said, 21-ാമത്തെ വാക്യം. യോഹന്നാനെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ, വേറെ ആരും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. 20:21 യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. നോക്ക്, ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് എന്തൊക്കെ കാണിച്ചു? വാ തുറന്നു പറ. കൈ കാണിച്ചേ, കൈയും പാർശ്വവും കാണിച്ചു. First he said peace to you and then showed his hands and his side. എന്നിട്ട് രണ്ടാമത് അവരോട് വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക്. Then he said again to them, peace be to you. ഈ പ്രാവശ്യം എന്ത് കാണിക്കുന്നില്ല? This time is not showing the hands and the side. ഇതാണ് അവർക്ക് മനസ്സിലായി, ഇനി രണ്ടാമതും എടുത്തു പറയണ്ട എന്തെന്ന്. They realized. കയ്യും പാർശ്വവും രണ്ടാമതും എന്ത് ചെയ്യണ്ട, എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് മനസ്സിലായി, കയ്യും പാർശ്വവുമാണ് എന്റെ സമാധാനത്തിന്റെ അടിസ്ഥാനം. They understood the foundation of their peace is the hands and the side. ഇന്ന് എനിക്ക് നിലനിൽക്കാനുള്ളത് പറഞ്ഞു. Today. അടുത്ത ഘട്ടം നോക്കിക്കോണേ. Next he says, യേശു വീണ്ടും അവരോട് പറഞ്ഞു, again he said to them, നിങ്ങൾക്ക് സമാധാനം. peace to you. പിതാവ് എന്നെ അയച്ചതുപോലെ As the Father sent me, so I send you. ഞാൻ നിങ്ങളെയും അയക്കുന്നു. So I send you. നോക്കിക്കോണേ, ഇനി എങ്ങോട്ട് പോണം? പുറത്തേക്ക് പോണം. They have to go out. അയക്കുക, സെൻഡ് ഫോർത്ത് ആക്കുക, അപ്പോസ്തോലോസ് ആക്കുക. അപ്പോസ്തോലോസ് എന്ന വാക്കിന്റെ അർത്ഥം, അപ്പോസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്ന്. The meaning of apostle is the one who has been sent. അയക്കപ്പെട്ടവൻ, സെൻഡ് ഫോർത്ത്. അപ്പൊ അയക്കുക അവരെ. Jesus is sending them. ആദ്യം അവരോട് പറഞ്ഞു, കൈ കാണ്. First he showed his hands വിലാപ്പുറം കാണ്. and the side. അവർ കണ്ടു. They saw it. അവരോട് പറഞ്ഞു, സമാധാനം. It's a peace be to you. You can stand today. For today you can stand with that peace. ഇന്ന് നിൽക്കാം. You can stand on that peace. അടുത്ത ലെവൽ നോക്കിക്കോണേ. The next level. നിങ്ങൾക്ക് സമാധാനം. Then peace be to you again. ഇത് അവര് സംസാരിക്കുമ്പം ഷാലോം എന്നാ പറയുന്നത്. ഷാലോം ടെലിവിഷനില് അത് തന്നെ. When they say it's shalom. Shalom is word meaning is peace. അതാ ഷാലോം എന്നാ പറയുന്നത്. കറക്റ്റ് പറയുമ്പോൾ ഷാലോം ലേഖി എന്ന് പറയും. നിങ്ങൾക്ക് സമാധാനം. അത് എപ്പോഴാ പറയുന്നത് അറിയോ? ഏതെങ്കിലും ഒരു വ്യക്തി ആ നിലവിലുള്ള എല്ലാ സാഹചര്യത്തിന്റെയും മേളിൽ, എല്ലാ പ്രതിസന്ധികളുടെയും മേളിൽ ജയാളിയാകാൻ കഴിയുമെങ്കിൽ, ആ ജയാളിയാകാൻ കഴിയുന്ന വ്യക്തി എല്ലാവരും കേൾക്കെ വിളിച്ചു പറയുന്നതാണ്, നിങ്ങൾക്ക് സമാധാനം. In any situations when that person can overcome it, to that person is saying shalom. നമ്മളിപ്പോ ചങ്ങനാശ്ശേരിയിൽ ഇരുന്നത് കേൾക്കുന്നു, ലോകമെമ്പാടും പല സ്ഥലത്തിരുന്നവർ കേൾക്കുന്നു. നമ്മളെല്ലാവരും ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നു. ഈ നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ഒരാൾക്ക് വിജയിക്കാൻ കഴിയുമെങ്കിൽ, അതിനുമേൽ മുഴുവൻ ഒരാൾക്ക് ജയമെടുക്കാൻ കഴിയുന്നുവെങ്കിൽ, ആ വ്യക്തി എഴുന്നേറ്റിട്ട് സമൂഹത്തിൽ പറയേണ്ടിയതാണ്,
ഷാലോം ലേഖി, നിങ്ങൾക്ക് സമാധാനം. When every one of you going through different situations and one person has got a victory over it, It can be same situation also. maybe the same situation, that person can stand up and now say shalom or peace be to you. When someone announced Shalom Leki, which means he is the one, he is able to control or rule over the circumstances. ആ വ്യക്തി ആ സാഹചര്യത്തിന്മേൽ ജയം എടുത്തതുകൊണ്ട്, അതിന്റെ മേൽ വിജയം എടുത്തതുകൊണ്ട്, Only the one who overcome the situation can confess or utter the word Shalom. ആ സാഹചര്യത്തിന്മേൽ ജയം എടുത്ത ഒരു വ്യക്തിക്ക് മാത്രമേ ഷാലോം, സമാധാനം വരട്ടെ എന്ന് പറയാൻ. നീയും പേടിച്ചിരിക്കുന്നു, ഞാനും പേടിച്ചിരിക്കുന്നു, നമ്മളെല്ലാരും പേടിച്ചിരിക്കുന്നു. We are all fear, in great fear. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളതല്ല സമാധാനം. It's not to saying one another peace. ഹല്ലേലൂയ. ആരാണോ വിജയം കൊണ്ടാടുന്നത്, Whosoever has taken the ആ വ്യക്തി ഡിക്ലെയർ ചെയ്യേണ്ടതാണ് ഷാലോം. that person has to declare it shalom. അവിടുന്ന് ഇനി എല്ലാവരിലേക്കും പോകുന്നത്. അന്നേരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഞാൻ പറയുന്നു ഷാലോം, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറയും ഷാലോം 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 എന്ന് പറഞ്ഞാൽ ഫ്രം ദിസ് ഷാലോം ഇറ്റ് ഫ്ലോസ്. ഈ ഷാലോം ഇന്ന് അങ്ങോട്ട് ഒഴുകുന്നു. ഇതാ യേശു പറയുന്നത്. That's what Jesus said. ഷാലോം, Shalom, നിങ്ങൾക്ക് സമാധാനം, peace be to you. ഇതാ ഒഴുകുന്നു. എങ്ങോട്ടാ? മഗ്ദല കാര്യത്തിൽ മറിയയിലേക്ക്, അടുത്ത ഇതാ പരിശുദ്ധ അമ്മയിലേക്ക്, അടുത്ത ഇതാ പത്രോസ് ലീഹയിലേക്ക്, ഇതാ ശിഷ്യന്മാരിലേക്ക് ഒഴുകുന്നു. എന്നിട്ട് യേശു പറയാ, now I am sending you. എന്നിട്ട് പറയും, ഞാൻ എന്റെ പിതാവ് അയച്ചതുപോലെ നിങ്ങളെ അയക്കുന്നു. ഇത് come on. Hey, I don't know. ഇത് പറഞ്ഞിട്ട് യേശു പറയുന്നു, ഞാൻ നിങ്ങളെ അയക്കുന്നു. Then he said, I am sending you as the Father sent me. Now you are ready. Hallelujah. ഇപ്പോൾ നിങ്ങൾ തയ്യാറായിരിക്കുക. ഒന്നുകൂടെ നല്ലതായിട്ട് ശ്രദ്ധിക്കുക. നല്ല ഒന്ന് കരമുയർത്തി ഒന്ന് ചേർത്തടിച്ച് കർത്താവിനെ സ്തുതിച്ച്. Hallelujah. നല്ലതായിട്ട് ശ്രദ്ധിക്കുക. ഒരു സാഹചര്യമുണ്ട്. എന്താണ്? ഭയം. There's a situation. Everyone is in fear. എല്ലാവരും മുറിക്കകത്ത് പേടിച്ചിരിക്കുക. Everyone is sitting in the room in fear. അപ്പൊ ഈ ഭയത്തിന്റെ കീഴിലുള്ള ആർക്കും പറയാൻ പറ്റുന്നതല്ല സമാധാനം. No one else is sitting in the fear. ഇതിന് മേളി വാഴുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ പറയണം. Only one who rules over it can say peace. ജെവി ടീച്ചർക്ക് മനസ്സിലാന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, Do you understand? ഒരാൾ ഇതിന് മേളി വാഴുന്നുവെങ്കിൽ അയാൾ പറയേണ്ടത് സമാധാനം. The one who rules and reigns over it can say. ഇപ്പോഴിത് അടച്ചിട്ട മുറിക്കകത്ത് ആ മുറിയിലുള്ള എല്ലാ ഭയത്തെയും വാഴുന്ന ആള് കയറി പറയാണ് ഷാലോം. And now Jesus comes to the room who is reigning over all that fear there, and he says shalom. ഇനി ഇവിടുന്ന് എന്ത് ചെയ്യണം? And from there, ഈ ഷാലോം ഇവിടുന്ന് ഫ്ലോ ചെയ്യണം. it has to flow from him. എങ്ങോട്ട് പോകണം? To the From the disciples. first person into the last person. Hallelujah. From ഇവിടുന്ന് ആദ്യത്തെ ആളിന് അവസാനത്തെ ആൾ വരെ ഒഴുകും. ഇത് ഒഴുകണം, സമാധാനം It ഒഴുകണം. has to flow. അന്നേരമാണ് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. പറഞ്ഞു Then you say among yourself, ഇവിടുന്ന് കൊടുത്തുവിട്ടെ പുറോട്ട് കൊടുത്തുവിട്. പുറോട്ട് കൊടുത്തുവിട്. Give it to the back. ദാ പോന്നു. കൊടുത്തുവിട്. ഹല്ലേലൂയ. ഇതേ കാര്യമാണ് നമ്മള് വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അന്യോന്യം സമാധാനം ആശംസിക്കുന്നതിന് മുമ്പ് ആദ്യം അങ്ങോട്ടാ അൾത്താരയിലേക്ക് നോക്കിയിട്ട് സമാധാനം ആശംസിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സമാധാന പുത്രൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്ന കാണാം. അത് സിറോ മലബാർ ക്രമത്തിലും മരങ്ങർ റീത്ത് ക്രമത്തിലും ലത്തീൻ ക്രമത്തിലും ഒക്കെ വ്യത്യസ്തമായ ശൈലിയിലാണെങ്കിൽ കൂടെ നിങ്ങൾക്കറിയാം, അവിടുന്ന് സ്വീകരിച്ച് ഒരു സമാധാന പുത്രൻ ആദ്യം എടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ കടന്ന് കൊടുത്തു പോന്നേ. ഇതാ അതിന്റെ രഹസ്യം. വല്ലതും മനസ്സിലായിട്ടാണോ ഈ കൊടുക്കുന്നത്? ആർക്കറിയാം? ഇവിടുന്ന് സ്വീകരിച്ചു. you have received from here. The one who utters shalom lekhi അല്ലെങ്കിൽ shalom, he is the one, is the reason for the flow of the peace. Hallelujah. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ് ആ സമാധാനം നിങ്ങളിലേക്ക് ഒഴുകുന്നത്. Now it's spreading from the front drawing to the last person. ഇവിടുന്ന് ഒഴുകി ഫ്രണ്ടിൽ നിന്ന് അവസാനം ലാസ്റ്റിൽ ഇരിക്കുന്ന വ്യക്തികളിലേക്ക് വരെ വരും. When the congregation is ready, ആ സഭ റെഡി ആകുമ്പോൾ the one who uttered the peace, ആ സമാധാനം തന്ന വ്യക്തി he will send them. ആ കോൺഗ്രേഷനിലെ ആൾക്കാരെ അയക്കുന്നു. അയച്ചിട്ട് പറയും പൊക്കോ. Then he said, go. പേടിക്കണ്ട. Do not fear. ഇതാ ആ ജൂയിഷ് കോണ്ടെക്സ്റ്റ്. That's the context there. വലങ്കത്തിയ. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ അതാ കർത്താവ് ഇവിടെ പറയുന്നേ. The one who uttered the peace
he will wait for the moment the last person should receive the same flow of the peace. ആ സമാധാനം അയച്ച വ്യക്തി When the last person received the peace, same peace, the first person who announced the peace will be sending them forth ഹല്ലേലൂയ. to go into the situations. സമാധാനം തന്ന വ്യക്തി വെയിറ്റ് ചെയ്യും, അവസാനത്തെ വ്യക്തി വരെ സമാധാനം സ്വീകരിക്കുന്നിടം വരെ. അത് കഴിഞ്ഞിട്ട് ഈ വ്യക്തി പറയും സമാധാനത്താലെ പോവുക. സമാധാനത്താലെ പോകാം. ദിവ്യബലി സമാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സമാധാനത്താലെ പോകാം. ഹലോ, സമാധാനത്താലെ പോകാം എന്ന് പറഞ്ഞാൽ you are carrying the same peace. ഹല്ലേലൂയ. നിങ്ങൾ ആ സമാധാനം തന്ന വ്യക്തിയുടെ അതേ സമാധാനം നിങ്ങൾ കൊണ്ടുപോകുന്നു. അതുകൊണ്ടാണ് ആശീർവാദത്തിന് വേണ്ടി കാത്തു നിൽക്കണ്ടേ. That's the reason you have to wait till the benediction. ആശീർവാദത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട അതുകൊണ്ടാണ്. പിതാവിന്റെ സ്നേഹത്തിനും പുത്രന്റെ കൃപയ്ക്കും പരിശുദ്ധാത്മാവും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ എന്ന് പറയുമ്പോൾ receiving and going. When the benediction is uttered, you receive it and then you go. അതാ ഇവിടെ പറയുന്നേ, ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. My peace I give to you. ഇതാ വീണ്ടും യേശു പറയാ, രണ്ടാമത് പറയാ അടച്ചിരിക്കുമ്പോ. Second time he says, യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. It's a peace to you. എന്നിട്ട് പറയാ, പിതാവിനെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. As the Father sent me, I saw you. Now you are ready to go. Hallelujah. ഇപ്പോൾ നിങ്ങൾ തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ പോകാൻ തയ്യാറാണ്. You are ready to go there. നാളെ കാത്തിരിക്കുന്നത് രക്തസാക്ഷിത്വമാകാം. Tomorrow maybe a martyrdom is waiting for you. Yes, martyrdom is waiting for you. You will be a martyr tomorrow maybe. Hallelujah. നിങ്ങൾ രക്തസാക്ഷിയായേക്കാം ചിലപ്പോൾ. പക്ഷേ അചഞ്ചല മനസ്സോടെ ഈർച്ചവാളിന്റെ മൂർച്ച കൂട്ടുന്ന ശബ്ദം ചെവി കേൾക്കുമ്പോഴും അചഞ്ചല മനസ്സോടെ കഴുത്ത് വെച്ച് കൊടുക്കാൻ കഴിയുന്ന ഒന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ ഇപ്പോൾ കേറിയിരിക്കുന്നു. Hallelujah. In the midst of all any difficulties, something has entered into your heart. സിംഹത്തിന്റെ മുമ്പിൽ എറിഞ്ഞാലും, even if you are thrown into the lion's den, തീക്കകത്ത് തള്ളിയിട്ടാലും, even into the furnace, നഷ്ടപ്പെടാത്ത ഒന്ന് നിങ്ങളുടെ ഉള്ളിൽ കേറിയിരിക്കുന്നു. something has entered into you with nothing will be lost. ഈ ലോകത്തിൽ എടുത്തു കളയാൻ കഴിയാത്ത ഒന്ന് നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ചു. Hallelujah. Which the world cannot give. ഒരു ശക്തിക്ക് എടുക്കാൻ കഴിയാത്ത ഒന്ന് നിങ്ങൾ ഇവിടെ മുഴുവൻ അത് വ്യാപിക്കുന്നു. സഹോദരങ്ങളെ, ഇവിടെ മുഴുവൻ അത് വ്യാപിക്കുന്നു. വേണ്ടിയവർ കരമടിച്ചു സ്വീകരിച്ചു. ഒറ്റ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, യേശുവേ. Hallelujah. We can bring it into a practical application. എങ്ങനെ ഇത് പ്രായോഗികതയായി കൊണ്ടുവരുന്നത്? Your intimacy with the Lord, കർത്താവുമായുള്ള അഭേദ്യ ബന്ധം, we must be intimidating to the situation or the enemy or any people who come against you. നിങ്ങൾക്കും കർത്താവുമായുള്ള ബന്ധമാണ് വാസ്തവത്തിൽ ബന്ധപ്പെടുന്നത് നിങ്ങൾക്ക് മുമ്പിൽ വരുന്ന സകല സാഹചര്യത്തിന്റെ മേൽ. Or else the situation will intimidate you. കർത്താവ് ആ സാഹചര്യത്തിന്റെ ആധിപത്യം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ സാഹചര്യം ആ വിഷയത്തിന്റെ ആധിപത്യം ഏറ്റെടുക്കും. So all those who are in fear, എല്ലാം ഭയത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. Jesus came and said peace. എല്ലാരും ഭയത്തിൽ ഇരിക്കുമ്പോൾ യേശു കടന്നു വന്നിട്ട് പറയണം നിങ്ങൾക്ക് സമാധാനം. And then he showed the cause or the foundation of the peace. യേശു സമാധാനം എന്ന് പറഞ്ഞിട്ട് സമാധാനത്തിന്റെ അടിസ്ഥാനമായി തന്റെ കൈയും, and then he again said peace. വീണ്ടും യേശു എടുത്തു പറയുന്നു നിങ്ങൾക്ക് സമാധാനം. Then he said go as the Father sent me, so അടുത്ത യേശു പറയാണ് നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു പോവുക. So you are not going alone. നിങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. You are carrying the Prince of Peace in you. നിങ്ങൾ സമാധാനത്തിന്റെ പ്രഭുവിനെ കൊണ്ടാണ് പോകുന്നത്. As you grow in the knowledge of the Prince of Peace inside you, സമാധാനത്തിന്റെ പ്രഭുവിനെ കുറിച്ചുള്ള ജ്ഞാനത്താൽ നിറഞ്ഞു നിങ്ങൾ കടന്നു പോകുമ്പോൾ your level of intimacy with the Lord rises up. കർത്താവുമായുള്ള അഭേദ്യ ബന്ധത്തിൽ വർദ്ധിക്കുന്ന സമാധാനം നിങ്ങളുടെ ഉള്ളിൽ വ്യാപിക്കാൻ തുടങ്ങും. The more the intimacy rises, തീവ്രമായ ബന്ധം വർദ്ധിക്കുമ്പോൾ the favor also rises. നമ്മുടെ ഉള്ളിൽ നിന്ന് അത് വ്യാപിക്കുവാൻ തുടങ്ങും. The favor also rises. നമ്മളിൽ നിന്ന് ആ ഫ്ലെയിം വ്യാപിക്കാൻ തുടങ്ങും. So intimacy and favor are interconnected. ഈ അഭേദ്യ ബന്ധവും ആ ബന്ധത്തിലൂടെ വ്യാപിക്കുന്ന സ്നേഹോഷ്മളമായ ഇടപെടലും തമ്മിൽ ബന്ധമാണ്. Thomas was doubting in the first. തോമസിന് ആദ്യ സംശയമാണ്. But it is not doubting, it's the believing Thomas. The confession of Thomas is important. സംശയിക്കുന്ന തോമസിന്റെ ചിന്തയല്ല പ്രധാനപ്പെട്ടത്, വിളിച്ചു പറഞ്ഞ തോമസിന്റെ പ്രഖ്യാപനമാണ് പ്രധാനപ്പെട്ടത്. When he saw the hands and the side, ആ കൈയും വിലാപ്പുറവും കണ്ടു കഴിഞ്ഞിട്ട്, and then he said, oh my God and my Lord. എന്റെ കർത്താവ് എന്റെ രക്ഷിതാവുമായുള്ളവേ. That's the ultimate revelation in John Gospel. അതാണ് ഏറ്റവും ആത്യന്തികമായ വെളിപാട്. John's Gospel 1 chapter 1.
യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് In the beginning was the word. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. The word was with God. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. And word is God. വചനം ദൈവമായിരുന്നു. And now in verse 21 it comes. 21-ാം അധ്യായത്തിലെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ He said, my Lord and my God. ആ അതേ പ്രഖ്യാപനം വിളിച്ചു പറയും, എന്റെ കർത്താവും എന്റെ ദൈവവുമേ. So he is not saying Jesus is the Son of God. യേശു ദൈവപുത്രൻ എന്ന ചിന്തയല്ല യോഹന്നാൻ പറയുന്നത്. You are God. എന്റെ ദൈവമേ എന്ന് കർത്താവിനെ That's വിളിക്കുകയാണ്. the ultimate revelation. അതാണ് ആത്യന്തികമായ വെളിപാട്. That's the ultimate revelation. അതാണ് ആത്യന്തികമായ വെളിപാട്. Son of God became God. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവം തന്നെ. Now Thomas is saying, you are my Lord and my God. തോമസ് ഇപ്പോൾ പറയുന്നത് ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന വചനം എന്ന് 1-ാം അധ്യായത്തിൽ പരിചയപ്പെടുത്തിയിട്ട് 20-ാം അധ്യായം 21-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, എന്റെ കർത്താവും എന്റെ ദൈവവുമേ. യേശുവിനെ നോക്കിയിട്ട് പറയുകയാണ് ദൈവമേ. ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഉദ്ദേശം. യേശു ദൈവമാണെന്ന് വിശ്വസിക്കാൻ വേണ്ടിയാ ഞാനിത് എഴുതിയിരിക്കുന്നത്. The one with the pierced hands and the pierced side is in you. നമ്മുടെ ഉള്ളിൽ ആ ആണി അടിക്കപ്പെട്ട കൈയും തുളയ്ക്കപ്പെട്ട വിലാപുറവുമായി ഒരുവനുണ്ട്. He is the Prince of Peace. ഐക്യാണ്. ഇന്ന് ഇതാണ് എവിടോട്ട് വേണേ പോക്കോ, ഏത് കടഭാരത്തിന്റെ മൂർച്ഛനാവസ്ഥയിലൂടെ കയറിക്കോ. Go into any situation. ഇന്ന് കേൾക്കുന്ന വിഷയം എന്തോ ആയിക്കോട്ടെ, കടന്നു പോകുന്ന ഏത് സ്ട്രഗിളും Whatever may the struggle you are going through. ഇങ്ങോട്ട് നോക്കി കണ്ണു തുറന്നേ. Look into us. ജീവിതത്തിൽ ഒരിക്കലും Never in your life ആകുലപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ദൈവിക സമാധാനം നിക്ഷേപിച്ചിട്ട് കർത്താവ് നമ്മോട് പറയുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കും. He is releasing a peace into your life and said, as the Father sent me, you go. You cannot fail in any situations in life. ഒരു ദീർഘശ്വാസം വിട്ടൊന്ന് ഡീപ് ബ്രത്ത് ചെയ്തൊന്ന് സ്വീകരിച്ച് receive it with a deep breath. The peace that flows from the hands. That rest is spreading. Hallelujah. ആ സ്വസ്ഥത ഇവിടെ വ്യാപിച്ചുകൊണ്ട്, That peace is spreading. ആ സമാധാനം ഇവിടെ വ്യാപിച്ചുകൊണ്ട്, That peace is flowing right now here. ഇതുമായിട്ട് കർത്താവ് അയക്കുന്നേ. എവിടുന്ന വന്നേ? This is sending you along with it. എവിടുന്ന വന്നേ? കവിയൂരോട്ട് വിടുവാ കേട്ടോ തിരിച്ച്. Jesus is sending you. കവിയൂരോട്ട് വിടുവാന്നല്ല പറഞ്ഞ, കവിയൂരോട്ട് അയക്കുക. We are being sent to Kaviyur. കവിയൂർന്ന് വന്നതാ, കവിയൂർക്ക് ചെന്നതാന്നല്ല. He's sending you. കവിയൂരോട്ട് അയക്കുക. He's sending you. ഇതൊരു വലിയ ബോധ്യമാണ്. It's a understanding. ഞാൻ വന്നു കയറിയതോ ചെന്ന് കയറിയതോ ഒന്നും അല്ല, എന്നെ അയച്ചതാ. He sent me. മനസ്സിലായോ? Hallelujah. അയച്ചതാന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്നാ? Someone is backing you. അയച്ച ഒരാൾ പുറകിലാണ്. Hallelujah. അല്ലേ? Someone is behind you. ഒന്ന് പറഞ്ഞേ, ഞാൻ വന്നു കയറിയതോ? പറ. ഇടയ്ക്കൊക്കെ പറയോ, വന്നു കയറിയ വീട് ശരിയായില്ല, ചെന്ന് കയറിയ ഇട ശരിയായില്ല. You may say the house that I entered is not good. വന്നു കയറിയതോ ചെന്ന് കയറിയതൊന്നും അല്ല. That doesn't matter. അയക്കപ്പെട്ടത്. You are sent. You are being sent. പറഞ്ഞേ, അയക്കപ്പെട്ടതാ. You are being sent. അയക്കപ്പെട്ടതാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? Someone is backing you. ബാക്കപ്പ് ഉണ്ട്. You got a backup. തോട്ട വിവരം അറിയും. Hallelujah. ഹല്ലേലൂയ. വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ദുരിതങ്ങൾക്കോ പട്ടിണിക്കോ വാളിനോ ഒന്നും ഇപ്പോൾ ഉള്ളതിനോ വരാനുള്ളതിനോ ഒന്നും നിങ്ങളെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റാൻ പറ്റത്തില്ല. ഇന്ന് വേറെ ലെവലില് ഒന്ന് മിണ്ടിക്കേ. ഹല്ലേലൂയ. എന്നെ അയച്ചതാ. I've been sent. ഈ കമ്പനിയിൽ നിന്ന് ഞാൻ ഓടി പോകുന്നതാണ് വിചാരിക്കുന്നത്. എന്നെ ഇവിടെ അയച്ചിരിക്കുന്ന God has sent me there. എന്റെ ബ്രദറെ, ഞങ്ങളുടെ വീടിന്റെ മേളിൽ താമസിക്കുന്ന ആളുടെ കാര്യം ഒന്ന് പറയാൻ വേണ്ടി വന്നേ. അവളാണ് കൊടിയ മന്ത്രവാദി. പിന്നെ ഞാൻ പുറകെ താമസിക്കുന്നവരല്ലോ, ഇവരാണെങ്കിൽ ഏതു നേരത്തും ഞങ്ങളുടെ വീട്ടിലോട്ടാ നോട്ടം. ഇവിടെ എന്നാ നടക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നോക്കിയപ്പോ ഞങ്ങളുടെ കിണറിന്റെ മേളിൽ എണ്ണ, നടക്കല്ലിന്റെ മേളിൽ മഞ്ഞപ്പൊടി, അലക്കല്ലിന്റെ ചോട്ടി ചുമലപ്പൊടി, ഇപ്പുറത്ത് നോക്കിയപ്പോ 4 നാരങ്ങ. എന്റെ ബ്രദറെ, ആ കൊച്ചു കിടക്കുന്ന മുറിയുടെ ഫ്രണ്ടിൽ 3 മുട്ട, 4 നാരങ്ങ എടുക്കുക, ലൈം ജ്യൂസ് ഉണ്ടാക്കുക, 3 മുട്ട എടുക്കുക, ബുൾസൈ അടിക്കുക.
No matter whatever people do against you. മഞ്ഞപ്പൊടി say against ഇടുന്നവരോട് you. പറയാ കൂടുതൽ ഇടുക, കാരണം ഞങ്ങൾക്ക് ഒരു 150 ഗ്രാമെങ്കിലും ഒരു മാസം ആവശ്യം വരും. എണ്ണ ഒഴിക്കുന്നവരോട് പറയാ വെറുതെ കിണറ്റിൽ ഒഴിച്ച് സമയം കളയല്ലേ, ഉള്ളത് നിങ്ങൾ കുപ്പിയിലാക്കി തരികയാണെങ്കിൽ ഞങ്ങൾ വല്ലതും വറുത്ത് കഴിച്ചോളാം. Hallelujah. ഹല്ലേലൂയ. Hallelujah. ആമേൻ. You're being sent. ചെന്ന് കയറിയതും വന്ന് കയറിയത് അന്ന് തോന്നുമ്പോഴാ ഇതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യും. അയ്യോ എന്ന് പറഞ്ഞ് ഞെട്ടുന്നേ. ഞാൻ ചെന്ന് കയറിയതും വന്ന് കയറിയതൊന്നും അല്ല, എന്നെ അയച്ചതാണെന്നൊന്ന് I've been പറഞ്ഞു. sent. ആ മിണ്ടത്തില്ലല്ലോ, ചുമ്മാ ഇരിക്കുക. പറയാ എന്നെ അയക്കപ്പെട്ടതാ. ഹല്ലേലൂയ. Hallelujah. എന്നെ അയച്ചതാന്നൊന്ന് പറഞ്ഞേ. എന്നെ അയച്ചതാ. I've been sent. എങ്ങനെ അയച്ചതാ? How? ഇവിടെ ഈ ഇരിപ്പ് ഒരു 3 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ പറയാം എങ്ങനെ അയച്ചെന്ന്. പിതാവ് പുത്രനെ അയച്ച പോലെ പുത്രൻ എന്നെ അയച്ചതാ. As a father sent me, the son has sent me. Hallelujah. ഇതിന്റെ വെളിപാട് കിടക്കുന്ന യോഹന്നാൻ 17. Yeah. The revelation comes in John chapter 17 verse 23-24. Hallelujah. ഒന്ന് മിണ്ടിക്കേ. ഹല്ലേലൂയ. Hallelujah. ഒന്ന് പറഞ്ഞേ, ഞാൻ ചെന്ന് കയറിയതോ വന്ന് കയറിയതോ ഒന്നും അല്ല. I've been ആരെങ്കിലും sent. എന്തായാലും പറയുമ്പോഴത്തേനും 15 ചുരുട്ടി മടക്കി കെട്ടി ഓടിപ്പോരാൻ വേണ്ടി I've been sent. ഞാൻ അയക്കപ്പെട്ടയാള്. I've been sent. ഹല്ലേലൂയ. Hallelujah. എടാ മന്ത്രവാദി, നിന്റെ അയൽവക്കത്തോട് ദൈവം എന്നെ അയച്ചതാണ്. Hallelujah. Tell to all the sorcerers, no, God has sent me that to your place. എടാ ആക്ഷേപം ആരോപണം പറയുന്നവനെ, നിന്റെ നടുക്കോട് ദൈവം എന്നെ അയച്ചിരിക്കുകയാണ്. Whosoever says accusations against you, say to them, I've been sent. ഞാൻ ഇവിടൊക്കെ തന്നെ കാണുന്നു. I'll be here only. പറഞ്ഞു, നീ വേണേ സ്ഥലം വിറ്റ് പോവോ, നിന്റെ സ്ഥലം കൂടെ വേണേ ഞങ്ങൾ മേടിക്കാം, അതല്ല ഞാൻ സ്ഥലം വിറ്റിട്ട് നീ മേടിക്കും നോക്കിയിരിക്കണം. As Jesus said to Herodes. ആ ഹെരോദോസ് പറഞ്ഞു, കാണിച്ചു തരാം, വെച്ചേക്കുകയല്ല, തീർത്ത് കളയെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ആ കുറുക്കനോട് പോയി പറ, ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ രോഗിയെ സൗഖ്യമാക്കും, ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്യും, ഇവിടൊക്കെ തന്നെ കാണും. കാരണം കർത്താവിനെ അറിയാം, ഞാൻ പിതാവിനാൽ അയക്കപ്പെട്ടവനാ, ഒരുത്തനും ഒരു ദോഷവും വരുത്താൻ. ഞാനിതൊരു അഹങ്കാരത്തിന്റെ വാക്കായിട്ട് പറയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ചിന്തിച്ചു. എനിക്കൊരു കുഴപ്പമില്ല, എനിക്കിത് അഭിമാനമായിട്ടാണ് പറയാൻ തോന്നുന്നത്. എനിക്കിത് അഹങ്കാരത്തിന്റെ വാക്കല്ല, എനിക്കിത് അഭിമാനമാ. എന്റെ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നത്. Jesus has sent me. My Lord has sent me. ഏത് ഭൂത കൂട്ടിലോട്ടും കയറി പോയിട്ട്. You can go into any place, any dark place. ആ വസ്തുവിൽ എന്തൊക്കെയോ ദോഷമുണ്ടെന്ന് പലരും കേട്ടിട്ടുണ്ട്. നമ്മളെന്തിനാ ഇതിനകത്ത് തലവെക്കുന്നത്? നിങ്ങൾ തന്നെ പോയി തലവെക്കണം. Hallelujah. If someone says there's some problem in that property, you go there. It's for you. വില കുറച്ച് കിട്ടുമെങ്കിൽ പെട്ടെന്ന് മേടിച്ചിട്ടോ. Buy that. Hallelujah. നിങ്ങൾ കുരിച്ചു വരച്ച് അതിന്റെ അകത്ത് കയറുമ്പോൾ തന്നെ അതിന്റെ അകത്ത് സകല ദോഷങ്ങളും മാറിക്കഴിഞ്ഞു. Hallelujah. As you enter there, all the things will go away. അവിടെ തീർന്നതല്ല. Everything stops there. നിന്റെ പേര് കേടാക്കുന്നവനെന്നല്ല, കേട് തീർക്കുന്നവനെന്ന. Hallelujah. You are the one who sets right everything. Hallelujah. ഒന്ന് വിശ്വസിച്ചേ. Believe it. ഞാൻ ഇനി ആക്ഷൻ കാണിക്കാം. Look at the hands and the side. എന്നെ എന്റെ അർത്ഥം ഷാലോം. Shalom. ഷാലോം TV. നമ്മുടെ ബെന്നിമുന്നത്ര സാറിന് ഷാലോം TV അതല്ലേ? ഞാൻ എന്റെ സമാധാനം, My peace I give to you. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു. My peace I give to you. കർത്താവേ, on what basis? ഏത് അടിസ്ഥാനത്തിൽ കർത്താവേ? എങ്ങനെയും നിങ്ങൾക്ക് ഇടയ്ക്ക് അസമാധാനം കയറി വരുന്ന അന്നേരം ഓർത്തണം. Whenever you get into fear, look at my hands and my side. It's possible. ഇടയ്ക്ക് അസമാധാനമൊക്കെ വരുമെന്ന് ഇതൊക്കെ കേട്ടാലും വരും. ഇടയ്ക്ക് Every one of us has to go through that. ഇടയ്ക്ക് നമ്മളങ്ങ് ചൂടാകും, ഇടയ്ക്ക് നമ്മളങ്ങ് തണുക്കും, പെട്ടെന്ന് ചിലപ്പോൾ അങ്ങ് മാനസാന്തരപ്പെടും, പെട്ടെന്ന് ചിലപ്പോൾ തിരിച്ചു വരും. ഇതെല്ലാം പോസിബിൾ ആണ്, അതെല്ലാം സാധ്യമാണ്. വിട്ടരെ സാരം. Life is all possible. Ups and downs are there. സാരമില്ല. Doesn't matter. പക്ഷെ കർത്താവ് പറയുകയാണ്, But Jesus says, എന്റെ സമാധാനം, My peace I give to you. കയ്യും വിലാപ്പുറവും. My hands and my side. Look at that. ഏറ്റവും അവസാനം വരെ എത്തിയപ്പോൾ കർത്താവ് പറഞ്ഞു, I am sending you now. When it reached the back, he said, I am sending you now. പൊക്കോ. Go. എവിടെ വേണേ പോയി കയറി. You can go anywhere. പോകുന്നത് എന്നെ ക്രൂശിച്ച നാട്ടിലേക്കാണ്. Hallelujah. You are going to the same place where ഞാൻ അറിയാതെ ഒരുത്തന്റെ കണ്ണുപോട്ട് ഒരു നിഴല് പോലും നിങ്ങളുടെ മേത്തോടത്തില്ല. No one will touch you. ചെന്നായ്ക്കട നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ വിടുന്നത്. I'm sending you as doves and എങ്ങാനും ചെന്നായുടെ നടുവിൽ പെടാതിരിക്കാനാ ഒരു കുഞ്ഞാട് ശ്രമിക്കുന്നത്. Hallelujah. പക്ഷെ ഈ കുഞ്ഞാട് ചെന്നായുടെ വീട് അന്വേഷിച്ച് നടക്കുക. എവിടാടാ നിന്റെ വീട്? എടാ ചെന്നായി, നീ എവിടാടാ താമസിക്കുന്നത്? നീ വാട്സാപ്പിൽ ഗൂഗിൾ മാപ്പ് ഒന്ന് അയച്ചേ. This land is searching for the jackals. നീ ആ ലൊക്കേഷൻ ഒന്ന് അയച്ചേ. ഞാനിത് പറയുന്നത് നിങ്ങളുടെ മനസ്സിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞാല്, എടാ ചെന്നായിയെ നീ എവിടെ ഉള്ള, നീ ആ ലൊക്കേഷൻ ഒന്ന് അയച്ചേ, എനിക്ക് അങ്ങോട്ടൊന്ന് വരാൻ വേണ്ടി. എടാ ആടോ,
എടാ നീ കുഞ്ഞാടല്ലേ, നീ എന്തിനാ എന്റെ ലൊക്കേഷൻ ചോദിക്കുന്നത്? നിന്റെ ലൊക്കേഷൻ അറിഞ്ഞ് ഞാൻ അങ്ങോട്ട്. എടാ പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ വഴി വെച്ച് നേരിടുന്നത്. ഇപ്പൊ ഞങ്ങൾ എങ്ങനെയാന്ന് വെച്ചാല് ഈ പുലിയുടെ മട കയറി അതിനെ പിടിക്കുന്ന പരിപാടി ഞങ്ങൾ. ഇതൊന്ന് വിശ്വസിക്കുക. Believe this. ചെന്നായിയുടെ ലൊക്കേഷൻ ചോദിക്കുന്ന കുഞ്ഞാടുകൾ. The lamb who searches the location of the jackal. Can you please send the location so that I can reach you earlier? Hallelujah. Amen. Amen. ചാടി എഴുന്നേക്ക്. Stand up. ഒരുമിച്ച് പറ. കൈ ഞാൻ കാണുന്നു. I'm seeing the hands. വിലാപ്പുറം ഞാൻ കാണുന്നു. I'm seeing the side. എനിക്ക് ഉറപ്പാ. I know, I'm sure. എന്റെ സമാധാനം, My peace. എന്റെ കർത്താവ് തന്ന The സമാധാനം. peace that God, my Lord, gave me. The peace in Christ. ക്രിസ്തുവിലുള്ള സമാധാനം. The peace of Christ. ക്രിസ്തുവിലുള്ള സമാധാനം. ക്രിസ്തുവിന്റെ സമാധാനം. The peace of God and the peace in Christ. ഇന്ന് വലിയ അത്ഭുതങ്ങൾ നടക്കും. Many miracles are going to happen today. കഴിഞ്ഞ ദിവസം ആ കുടുംബം ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന്, എവിടെ ആ കുഞ്ഞുമായിട്ട് വന്നാട്ടെ? കഴിഞ്ഞ ദിവസം ആ കുടുംബം ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നത് ലൈവായിട്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. എത്ര വലിയ നിരാശയിലാണ്. ഹാർട്ടിന്റെ ഹോള് കാരണം. There was a defect in the muscles of the heart. ഹോള് കാരണം വലിയ ദുഃഖത്തിൽ ആ കുടുംബം ഇവിടെ They വന്നു. were in great sadden. അന്ന് ഇവിടെ നമ്മൾ സ്റ്റേജ് വെച്ച് പ്രാർത്ഥിച്ചപ്പോ That day we prayed for the child. ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ. Only one prayer. എന്റെ ദൈവമേ, ഈ കുഞ്ഞിനെ നെഞ്ചു പിളർക്കാൻ ഇടവരരുത്. Hallelujah. We prayed, Lord, let not happen for this child. അങ്ങയുടെ ഒരു അത്ഭുതത്തെ ചെയ്യണം. Send your miracle. അങ്ങേക്ക് അത് ചെയ്യാൻ കഴിയും. You are the only one who can do that. അങ്ങേക്കേ അത് ചെയ്യാൻ You are the കഴിയുകയുള്ളൂ. only one who can do that. ഹല്ലേലൂയ. Hallelujah. ഈശോ ജീവിക്കുന്നു പ്രിയമുള്ളവരെ. Jesus lives in today. കർത്താവ് ജീവിക്കുന്നു. He, Lord, lives. അവിടുത്തെ സമാധാനം നമുക്ക് തന്നേച്ചു He പോകുന്നു. has given his peace today. ആ ആണിയടിക്കപ്പെട്ട കൈകളും Look at the hands. ആ വിലാപ്പുറവും നമ്മോട് പറയുന്നു, And the side speaks to you. എന്റെ സമാധാനം My peace ഞാൻ നിങ്ങൾക്ക് തരുന്നു. I give to you. സുന്ദരിക്കുട്ടി, Hallelujah. ഞാൻ ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ വാസ്തവത്തിൽ ആഗ്രഹിക്കുകയായിരുന്നു, എന്റെ ദൈവമേ, അങ്ങയുടെ കൈ ഈ കുഞ്ഞിന്റെ മേൽ അയക്കണമേ. Hallelujah. When we prayed, we are praying, Lord, send your hand to this child. ഇവളുടെ പേരെന്തായിരുന്നു? Irene. 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 ഐറിൻ കുട്ടി, ഹേയ്, നാണിച്ചു നിൽക്കാം. ഉറങ്ങുമായിരുന്നു. ആ, ഓക്കെ. ബ്രദറെ, നിങ്ങളുടെ വീട് എവിടെ ആയിരുന്നു? അയർക്കുന്നം, മണർകാട് അല്ലേ? പുതിയ റിപ്പോർട്ട് കിട്ടിയോ? ആ റിപ്പോർട്ട് എവിടെ? ആ റിപ്പോർട്ട് എവിടെയായിരുന്നു ഇതിന്റെ ചെക്കപ്പ് ചെയ്തേ? ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ, തിരുവല്ലയിലെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിലായിരുന്നു. They did an angiogram, repeat angiogram. ചെയ്തു. This time. ആ, With the, they went for the procedure. So before the procedure, they do the angiogram. And then do the angiogram, they found that there is only a very small defect, nothing to be done. They said go. ഹല്ലേലൂയ. ആ, എക്കോ ചെയ്തപ്പോഴത്തേന് ഒരു 8 സെന്റിമീറ്ററോളം വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ഒരു 1.53 അത്രത്തോളം ഉള്ളൂ. അതായത് ഒരു ഡിവൈസ് വെക്കാൻ മാത്രമുള്ള വലിപ്പം ഇല്ല ഇതിന്. അതുകൊണ്ട് No surgical intervention needed. പൊക്കോളാം. കരമടിച്ചൊന്ന് യേശുവിനെ ആരാധന. ഇന്ന് നമ്മള് എങ്ങനെയൊക്കെ വിശ്വസിക്കുന്നു അങ്ങനെയല്ല. ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒറ്റ കാര്യം നമ്മൾ പ്രാർത്ഥിച്ചില്ല, എന്റെ ദൈവമേ, ഒരിക്കലും ഈ നെഞ്ചു പിളർന്നൊരു ശസ്ത്രക്രിയ വേണ്ട. ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. There's nothing impossible with God. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാ പ്രാർത്ഥിക്കേണ്ടത്. എന്റെ ദൈവമേ, എന്നെ സ്പർശിക്കുന്ന നിമിഷമാക്കി ഇത് മാറ്റണേ. Hallelujah. That's the way you have to pray. Lord, let this moment be you touching me. എന്റെ ശരീരത്തിലേക്ക് അവിടുത്തെ ബലത്തെ പകരണമേ. Send your power into my body. ഞാൻ ഈ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ മേൽ ധാരാളമായ അഭിഷേകവും കൃപയും ഇറങ്ങട്ടെ. ഈ കുഞ്ഞിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും Hallelujah. അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് നിറയ്ക്കണം. Thank you, Lord. വരദാനത്തിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ആണിയടിക്കപ്പെട്ട് കൈകൾ എന്നോട് പറയുന്നു, The hands that's been pierced is saying to you, peace be to you. തുളയ്ക്കപ്പെട്ട വിലാപ്പുറം എന്നോട് പറയുന്നു, നിങ്ങൾക്ക് The സമാധാനം. side which is pierced is speaking to you, peace be to you. ഇത് നിങ്ങളൊന്ന് അധരം കൊണ്ട് പറഞ്ഞേ. Speak this. ആണിയടിക്കപ്പെട്ട കൈകളും
ആണിയടിക്കപ്പെട്ട കൈകളും തുളയ്ക്കപ്പെട്ട വിലാപ്പുറവും തുളയ്ക്കപ്പെട്ട വിലാപ്പുറവും എന്നോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾക്ക് സമാധാനം. ആവർത്തിച്ചു പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. ഞാനത് വിശ്വസിക്കുന്നു. ജീവിതത്തിന്റെ ഓരോ അസമാധാന ഘട്ടത്തിലും ഞാൻ ആ കയ്യേലോട്ട് നോക്കുന്നു, യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിലേക്ക് നോക്കുന്നു. I believe in the finished work of Jesus. പൂർത്തീകരണ പ്രവൃത്തിയെ ഞാൻ വിശ്വസിക്കുന്നു. യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു. ഉറക്കെ പറ, യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി കുരിശിൽ ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കർത്താവിനെ ഉള്ളത്തിലോട്ട് സ്വീകരിച്ചപ്പോ മകൻ എന്ന ബോധ്യത്തിൽ ജീവിക്കാൻ എനിക്ക് അവസരം കിട്ടി. ആ വിശ്വാസത്തിൽ അനുദിന വിശുദ്ധീകരണത്തിൽ എന്നെ കർത്താവ് നടത്തുകയാണ്. എന്നെ നീതിമത്കരിച്ച് അവിടുത്തെ പരിശുദ്ധിയിലേക്ക് നടത്തുന്ന ദൈവമേ സ്തുതി. എന്റെ രോഗമത്രയും നിങ്ങളുടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് കൈകൾ വെച്ചുകൊണ്ട് വിളിച്ചു പറയുക, എന്റെ രോഗമത്രയും യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. പറഞ്ഞ എന്റെ രോഗമത്രയും യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. യേശുവിനെ ഉയർപ്പിച്ച ശക്തി എന്റെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് എനിക്ക് ജീവന്റെ സമൃദ്ധിയും എനിക്ക് ജീവന്റെ സമൃദ്ധിയും ദിവ്യമായ ആരോഗ്യവും എനിക്കുണ്ട്. എന്റെ കടഭാരത്തിന്റെ എന്റെ ദാരിദ്ര്യത്തിന്റെ എല്ലാ ശാപവും യേശു ചുമന്നതാ. അതുകൊണ്ട് യേശുവില് ഞാൻ സമ്പന്നനാണ്. യേശുവിനാൽ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളുടെയും അവകാശിയായി ഞാൻ തീർന്നിരിക്കുന്നു. സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം അറിയിക്കാൻ യേശു എന്നെ നിയമിച്ചിരിക്കുന്നു. ഉച്ചസ്വരത്തിൽ രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് അമർത്തി വെച്ചുകൊണ്ട് ഉറച്ചു പ്രഖ്യാപിക്കുക, പാമ്പുകളെയോ ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കാൻ ചവിട്ടി നടക്കാൻ കർത്താവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശുവില് ഞാൻ പൂർണ്ണ ജയാളി ആയി തീർന്നിരിക്കുന്നു. കരമുയർത്തി പറ, യേശുവേ ആണിയടി അഴിക്കപ്പെട്ട കൈകളും തുളയ്ക്കപ്പെട്ട വിലാപ്പുറവും എനിക്ക് നൽകുന്ന സമാധാനം സ്വീകരിച്ചുകൊണ്ട് ചെന്ന് കയറുകയല്ല വന്നു കയറുകയുമല്ല, ഞാൻ അയക്കപ്പെടുകയാണ്. എന്നെ അയച്ചവനോടുകൂടെ ഞാൻ അയക്കപ്പെടുകയാണ്. യേശുവേ ആരാധന സ്തുതി. ഹല്ലേലൂയ. അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് വിശേഷമായ പ്രതിഷ്ഠയായി ഈ കൂട്ടായ്മയെ സമർപ്പിച്ചുകൊണ്ടുള്ള ഈ പ്രാർത്ഥന, സകല വിശുദ്ധരോട് ചേർന്നുള്ള ഈ പ്രാർത്ഥന, സ്വർഗീയ മാലാഖമാരുടെ സഖിത്വം സ്വീകരിച്ചുകൊണ്ടുള്ള ഈ പ്രാർത്ഥന, സംരക്ഷണം സ്വീകരിച്ചുകൊണ്ടുള്ള ഈ പ്രാർത്ഥന, ഭാഗ്യപ്പെട്ട ഔസേപിതാവിന്റെ തിരുകുടുംബത്തിന്റെ സംരക്ഷകനായി തീർന്ന ഭാഗ്യപ്പെട്ട ഔസേപിതാവിന്റെ മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടുള്ള ഈ പ്രാർത്ഥന, സഭയാം ശരീരത്തിലെ സന്യസ്തരോട്, സമർപ്പിതരോട്, പുരോഹിതരോട്, മേൽപ്പട്ടക്കാരോട്, അൽമായരോട്, അങ്ങനെ സകല വിശുദ്ധരോട് ഒത്തൊരുമിച്ചുള്ള ഈ പ്രാർത്ഥന, കർത്താവേ, ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട സകല ദിവ്യബലികളുടെ സർവ്വ ഐശ്വര്യത്തിൽ നിന്നുകൊണ്ടുള്ള ഈ പ്രാർത്ഥന, ഞങ്ങളുടെ എല്ലാ മനസ്സുകളെ വിശുദ്ധീകരിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ഈ പ്രാർത്ഥന, ദൈവത്തിന്റെ സന്നിധിയിൽ ധൂപമായി ഉയർത്തപ്പെടുന്ന വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് ചേർന്നുള്ള ഈ പ്രാർത്ഥന, സകലരുടെയും വിജയത്തിനും അത്ഭുതത്തിനും കാരണമായി തീരട്ടെ.
കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. 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 അന്യോന്യം സമാധാനം ആശംസിക്കാം. ക്രിസ്തുവിന്റെ സമാധാനം നമ്മോട് കൂടെ. കവിയൂരെന്ന് വന്ന സഹോദരി ഇവിടെ ഇങ്ങനെ ഈശോയുടെ കൈ വരുന്നത് കണ്ടു കേട്ടോ. എന്നാ പറ്റിയതാ? അത് ഒരു ഗ്രേഡ് 1 ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ RCC പോയി. RCC ചെന്ന് കഴിഞ്ഞപ്പം കഴിഞ്ഞ ആഴ്ച ആക്സിലറി ക്ലിയറൻസ് മാർച്ച് 17-ാം തീയതി ചെയ്തു. അതിൻ്റെ റിപ്പോർട്ട് വന്നത് നോർമലാണ് റിപ്പോർട്ട്. അപ്പം പിന്നെ അവർ കഴിഞ്ഞ തിങ്കളാഴ്ച പിന്നെയും റിപ്പോർട്ടിന് വിട്ടിട്ടുണ്ട്. ഹീമോ വേണോ? ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇനി വരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് കർത്താവ് പറയുന്നു. അതെല്ലാം തീർന്നു, വീട്ടിൽ പോ സമാധാനത്തോടെ. ക്രിസ്തുവിന്റെ സമാധാനം നിന്റെ മേൽ മകനെ. ഈശോ നിന്റെ സമാധാനം എപ്പോഴേലും അസമാധാനം മനസ്സിലേക്ക് കയറി വരുന്ന ഉടനെ ഇല്ലില്ല. എന്തിനാ ഒത്തിരിയൊക്കെ പോകുന്ന? കീമോ, റേഡിയേഷൻ, ഹോർമോൺ ഇഞ്ചക്ഷൻ, ഇതൊക്കെ എന്തിനാ ഒത്തിരി ഇപ്പൊ പോകുന്നത്? ഇത്രമാത്രം വിശ്വസിക്കുക. പണ്ടൊക്കെ പറച്ചിലായിരുന്നു, ഇപ്പൊ ആക്ഷന്. അടുത്തിരിക്കുന്ന ആളെ ആക്ഷൻ ഒന്ന് കാണിച്ച്. ലൈവായിട്ട് ചെയ്യുന്നവരൊന്ന് എക്സസൈസ് ചെയ്ത്. ഹല്ലേലൂയ. 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 ഒന്ന് തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് വീട്ടിലുള്ളവരെയൊക്കെ കാണിച്ചേക്കണം. അവർ ചോദിക്കുക എന്നതാ ആംഗ്യ ഭാഷയാണോ എന്ന് ചോദിക്കും. സംസാരശേഷിയുള്ള ആളായിരുന്നു, പ്രാർത്ഥനയ്ക്ക് പോയിട്ട് സംസാരശേഷി നഷ്ടപ്പെട്ട ആംഗ്യ ഭാഷയായിട്ട് തിരിച്ചു വന്നാണോ എന്ന് ചോദിക്കുക. അന്നേരം പറഞ്ഞോളാം ഇത് വേറെ ലെവലാണ്, ഇതൊന്ന് ചെയ്ത് നോക്കുക. ആമേൻ. ആമേൻ. ക്രിസ്തുവിന്റെ സമാധാനം നമ്മോട് കൂടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വസ്ഥാനങ്ങൾ ഇരുന്ന് ലൈവായിട്ട് ശുശ്രൂഷയിൽ ശ്രദ്ധിക്കുന്നവര് പ്രത്യേകിച്ച് ഓർക്കുക, ഈ ആഴ്ചകളിൽ നമുക്ക് നടക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ വലിയ ചലനങ്ങൾ എല്ലാ ഇടങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുക. എല്ലാ മാസത്തിന്റെയും 2ാം ശനിയാഴ്ച കോട്ടയത്ത് ക്രിസ്റ്റീനിൽ വെച്ച് നടക്കുന്ന ശുശ്രൂഷകളുടെ വിവരം നിങ്ങൾ അറിയുകയും അത് മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യുന്നുവല്ലോ. 2ാം ശനിയാഴ്ച ഇന്നലെയും ആ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. ആ ക്രിസ്റ്റീൻ ധ്യാന കേന്ദ്രം അനേകരുടെ രക്ഷയ്ക്ക് കർത്താവ് കാരണമാക്കി തീർക്കുന്നു. അതിനുവേണ്ടി നമുക്ക് ആ ശുശ്രൂഷകളെ വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ. 2ാം ശനിയാഴ്ചകളിൽ നടക്കുന്ന ആ ശുശ്രൂഷകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പങ്കെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ക്രിസ്റ്റീനിലെ നമ്പർ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്ത് നിങ്ങൾ ബുക്ക് ചെയ്ത് അതിൽ പങ്കെടുക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. ക്രിസ്റ്റീനിൽ നടക്കുന്ന ശുശ്രൂഷകളിൽ അതുപോലെ തന്നെ ഇവിടെ ഇട ദിവസങ്ങളിൽ നടക്കുന്ന ഈ പ്രാർത്ഥനകൾ. ഞായറാഴ്ച കഴിഞ്ഞ ദിവസം പ്രയർ ലൈനിലൊക്കെ വിളിച്ചപ്പം പറയുകയായിരുന്നു, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ ആഴ്ച വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ചൂടാവുകയാണ്. അങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരെയും കൂടെ ഇവിടെ വിളിച്ചു കൂട്ടി പ്രാർത്ഥനകൾ ക്രമീകരിക്കത്തക്ക രീതിയിൽ കോവിഡ് പോയിട്ടില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ആ സാഹചര്യത്തിൽ ചിലപ്പോൾ 4 ആഴ്ച കഴിഞ്ഞായിരിക്കും ഇവിടെ വരാൻ അവസരം ബുക്ക് ചെയ്ത് കിട്ടുന്നതെങ്കിൽ ആ സമയത്ത് മാത്രമേ വരാൻ കഴിയുള്ളൂ. എന്നാൽ ഒന്ന് ചെന്ന് നോക്കിയാൽ എനിക്കിവിടെ കയറാൻ അവസരം കിട്ടുമെന്ന് നോക്കിയാൽ അങ്ങനെ ലഭിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയ കാലാവധി എടുത്ത് തന്നെ അത് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ചെയ്യുവാനായിട്ട് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. നോക്കൂ, ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ എന്ന് പറയുന്ന ഈ ശുശ്രൂഷയിലൂടെ വിടുതൽ സ്വീകരിക്കുന്ന ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ പ്രെയർ ലൈനിൽ, നമ്മുടെ മീഡിയയിൽ, നമ്മുടെ ഇന്റർസെഷൻ പ്രെയറുകളിൽ, സൂം ലൈവുകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇത് അനേകരുടെ രക്ഷയ്ക്ക് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. വാട്സാപ്പ് ഉപയോഗിക്കുന്നവരെല്ലാം നമ്മുടെ കൃപയുടെ നേരം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാകണം. 9847389389 ആ നമ്പറിൽ നിങ്ങൾക്ക് പ്രാർത്ഥന അപേക്ഷകളെ അയക്കാൻ കഴിയും. 9847389389 അതിൽ പ്രാർത്ഥന അപേക്ഷകളെ അയക്കാൻ കഴിയും. അത് പ്രാർത്ഥന അപേക്ഷകൾ അയക്കുവാനായിട്ട് പ്രത്യേകിച്ച് പ്രയോജനപ്പെടുത്തണം. അങ്ങനെ ഒത്തൊരുമിച്ചുള്ള ഈ ഒരു വലിയ കൃപയുടെ കൂട്ടായ്മ മറ്റുള്ളവരുടെ വിടുതലിന് കാരണമാക്കി തീർക്കണം. കർത്താവിന്റെ കൃപ ഈ ആഴ്ചയിൽ നമ്മുടെ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. എന്റെ സമാധാനം. That's all. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി.